എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് കൈമാറിയതിനെതിരായ അപ്പീലുകൾ ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു. ലോറൻസിന്റെ മക്കളായ ആശാ ലോറൻസിന്റെയും സുജാത ബോബന്റെയും അപ്പീലുകളാണ് തള്ളിയത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് ബിനിൽ ചേരുന്നുണ്ട്. ബിനില്, ലോറൻസ് സഖാവിന്റെ ഒരു മരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള തുടർചലനങ്ങൾ നമ്മളേറെ ശ്രദ്ധയോടുകൂടിയാണ് നോക്കിയിരുന്നത്. എന്താണ് ഈ അപ്പീലുകൾ തള്ളിയതോടെയെങ്കിലും ഈ വിവാദം അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ബിനിൽ? മാർഷൽ, ഈ വിവാദം ഇവിടെ വെച്ച് അവസാനിക്കില്ല. സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നാണ് ആശാ ലോറൻസിന്റെ അഭിഭാഷകൻ അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് എം ലോറൻസിന്റെ മരണശേഷം സംഭവിച്ചിരിക്കുന്നത്. കാരണം എം ലോറൻസ് ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം എന്തായിരുന്നു എന്നതെല്ലാം കേരള പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഈ കുടുംബത്തിലുള്ള തർക്കങ്ങളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഈ രീതിയിൽ വഷളാക്കി മാറ്റിയത്. എന്തായാലും ഹൈക്കോടതി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വൈദ്യപഠനത്തിന് വിട്ടു നൽകുന്നതിനെ ശരിവെച്ചുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവുണ്ട്. ആ ഉത്തരവ് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം സിംഗിൾ ബെഞ്ച് ഇതിൽ കണ്ടത് കേരള അനാട്ടമി ആക്ട് ഉണ്ട്. കേരള അനാട്ടമി ആക്ട് പ്രകാരം മതിയായ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ വൈദ്യ പഠനത്തിന് ഈ മൃതദേഹം കൈമാറാനായി ഈ അദ്ദേഹത്തിന്റെ മകൻ, അതായത് എം ലോറൻസിന്റെ മകൻ സജീവൻ തീരുമാനിച്ചത് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അതായത് അനാട്ടമി ആക്ടിൽ പറയുന്നത് ഈ മരണസമയത്ത് ആരുടെ ഒപ്പമായിരുന്നു ഈ വ്യക്തി ഉണ്ടായിരുന്നത്, ആ വ്യക്തിയോട് രേഖാമൂലമോ അല്ലാതെയോ വാക്കാലോ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കണക്കിലെടുക്കാമെന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ രണ്ട് സാക്ഷികൾ കൂടിയുണ്ട്. എം ലോറൻസിന്റെ അടുത്ത ബന്ധുക്കളായ രണ്ട് സാക്ഷികളെ കൂടി അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം വൈദ്യപഠനത്തിന് മൃതദേഹം കൈമാറണമെന്നതായിരുന്നു എം ലോറൻസിന്റെ ആഗ്രഹം. ആ ആഗ്രഹപ്രകാരമാണ് ഇത് നടന്നത് എന്നതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയത്. അത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അതായത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചിരിക്കുന്നത്. ഈ ഉത്തരവ് കോടതി പറഞ്ഞ ഉടൻ തന്നെ ആശാ ലോറൻസിന്റെ അഭിഭാഷകൻ ഇതിൽ സ്റ്റേ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. കാരണം സുപ്രീം കോടതിയിലേക്ക് പോകണം, അതുകൊണ്ട് സ്റ്റേ നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ അതും കോടതി അംഗീകരിച്ചില്ല. നിങ്ങൾ സ്റ്റേ ആവശ്യം ഉന്നയിച്ച് ഇവിടെ റിക്വസ്റ്റ് നൽകുകയാണെങ്കിൽ ഞങ്ങൾ അത് റിജക്റ്റ് ചെയ്യും എന്ന് ഡിവിഷൻ ബെഞ്ച് അർത്ഥശങ്കയ്ക്കിടയിലാത്ത വിധം വ്യക്തമാക്കി. നിങ്ങൾക്ക് മറ്റ് നിയമപരമായ പരിഹാരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, അത് നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷേ ഇതിൽ സ്റ്റേ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് ചീഫ് ജസ്റ്റിസ് സ്വീകരിക്കുകയായിരുന്നു. എന്തായാലും ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ആശാ ലോറൻസിന്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് എം ലോറൻസിന്റെ മൃതദേഹമുള്ളത്. അദ്ദേഹത്തിന്റെ മരണശേഷം ആ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുന്നതിനിടയിൽ ആ സമയത്ത് എറണാകുളം ടൗൺ ഹാളിൽ നടന്നിട്ടുള്ള രംഗങ്ങളൊന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആ വിവാദം ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സുപ്രീം കോടതി. ശക്തമായ ഒരു നിലപാടാണ് അതേസമയം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് സ്റ്റേ പോലും നൽകിയിട്ടില്ല സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി.